ധന്യൻ കദളിക്കാട്ടിൽ മത്തായച്ചനാൽ സ്ഥാപിതമായ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ അംഗമായ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലാസലറ്റ് മാതാവിനെ കുറിച്ചാണ്. മാനസാന്തരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അടിയന്തര സന്ദേശവുമായി പ്രത്യക്ഷപ്പെട്ട ലാസലറ്റിലെ മാതാവ് ഇന്നും വിശ്വാസികൾക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. 1846 സെപ്റ്റംബർ 19 ഫ്രാൻസിലെ ആൽപ്സ് പർവ്വതനിരകളിൽ ലാസലറ്റ് എന്ന ഗ്രാമത്തിനടുത്തുള്ള മലഞ്ചെരുവിൽ മാക്സിമിൻ ഗിറോ, മെലാനി കാൽവറ്റ് എന്നീ 2 ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അവർ ഒരു പുഴയുടെ അരികിൽ തേജസ്സാർന്ന പ്രകാശത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ത്രീയെ കണ്ടു. മുഖം കൈകളിൽ താങ്ങി കരയുന്ന രൂപത്തിലായിരുന്നു അവർ. ആ സ്ത്രീ എഴുന്നേറ്റ് അവരോട് സംസാരിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. മനുഷ്യരുടെ പാപങ്ങളെക്കുറിച്ചും ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിനെക്കുറിച്ചുമുള്ള അഗാധമായ ദുഃഖം അമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു. ഞായറാഴ്ച കുർബാന മുടക്കുന്നതിനെയും ദൈവനാമം വൃഥ ഉപയോഗിക്കുന്നതിനെയും വ്രതാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നതിനെയും കുറിച്ച് അമ്മ അവരെ ഓർമ്മിപ്പിച്ചു. അമ്മ പാപങ്ങൾക്കുള്ള ശിക്ഷകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. എന്നാൽ മാനസാന്തരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുമെന്നും അമ്മ ഉറപ്പു നൽകി. തൻ്റെ ജനത്തോട് ഈ സന്ദേശം അറിയിക്കുക എന്നതായിരുന്നു മാതാവിൻ്റെ പ്രധാന നിർദ്ദേശം. ലോകത്തിൻ്റെ പാപങ്ങളിൽ ദുഃഖിക്കുന്ന അമ്മയുടെ കണ്ണീർ മാനസാന്തരത്തിനായി ലോകത്തോട് യാചിക്കുന്ന ഒരു വിളി കൂടിയായിരുന്നു. ഈ അത്ഭുതകരമായ പ്രത്യക്ഷീകരണത്തിന് ശേഷം മാക്സിമിനും മെലാനിയും തങ്ങൾ കണ്ടതും കേട്ടതും എല്ലാവരോടും പറയാൻ തുടങ്ങി. ആദ്യം പലരും അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പ്രത്യക്ഷീകരണ സമയത്ത് ഒരു ഉറവ പ്രത്യക്ഷപ്പെട്ടതും അതിനുശേഷം ചില രോഗശാന്തികൾ നടന്നതും ലാസലറ്റിലെ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്കെത്താൻ കാരണമായി. പ്രാദേശിക മെത്രാനായിരുന്ന ബിഷപ്പ് ഫിലോബർട്ട് ഡി ബ്രുല്ലാഡിൻ്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണങ്ങൾ നടന്നു. ഏകദേശം 5 വർഷത്തോളം നീണ്ട പഠനങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം 1851 ബിഷപ്പ് ഔദ്യോഗികമായി ലാസലറ്റ് പ്രത്യക്ഷീകരണം യഥാർത്ഥമാണെന്ന് പ്രഖ്യാപിച്ചു. മാലാഖമാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരമ്മ എന്ന് അദ്ദേഹം ലാസലറ്റിലെ മാതാവിനെ വിശേഷിപ്പിച്ചു. ഈ പ്രഖ്യാപനത്തിന് ശേഷം ലാസലറ്റ് ലോകത്തിലെ പ്രധാനപ്പെട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. ലാസലറ്റിലെ സന്ദേശം പാപത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രമല്ല, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മാനസാന്തരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് ദൈവവുമായി അനുരഞ്ജനപ്പെടാമെന്നും അതുവഴി സമാധാനവും സന്തോഷവും കണ്ടെത്താമെന്നും ഈ പ്രത്യക്ഷീകരണം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നും ലാസലറ്റിലെ ദേവാലയത്തിൽ ദുരിതമനുഭവിക്കുന്ന അനേകം വിശ്വാസികൾക്ക് ആശ്വാസവും പ്രത്യാശയുമാണ് പരിശുദ്ധ അമ്മ. ലാസലറ്റിലെ പരിശുദ്ധ അമ്മയുടെ കണ്ണീർ ഇന്നും ലോകത്തിന് ഒരു വിളി നൽകുന്നു. പാപത്തിൽ നിന്നും വിട്ട് ദൈവത്തിലേക്ക് തിരിയുക, പ്രാർത്ഥനയിൽ ആശ്രയിക്കുക, ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. ലാസലറ്റിലെ മാതാവിൻ്റെ അനുഗ്രഹം നാം ഓരോരുത്തരിലും സദാ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ നിന്ന് വിട്ട് ദൈവത്തിലേക്ക് തിരിയുക, ദൈവകൽപ്പനകൾ പാലിക്കുക, ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുക. ലാസലറ്റ് മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.